സമരത്തിന് നിരവധി പ്രാവശ്യം നേതൃത്വം നൽകി ആവശ്യമായ നിർദ്ദേശങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ടോൾ ഈ സമരം ആരംഭിച്ചത് നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമരം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യത്ത് നവലിബറൽ സാമ്പത്തിക നയം നടപ്പാക്കിയ ശേഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സബ്സിഡികളും വെട്ടിക്കുറയ്ക്കണം എന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. എല്ലാ മേഖലകളിലും ഈ സാമ്പത്തിക നയത്തിലുള്ള കെടുതികൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായ നമ്മുടെ ദേശീയ പാതകളടക്കമുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്ന പാതകളെല്ലാം ചുങ്കപ്പാതകളാക്കി മാറ്റുന്നത്. BOT അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം അനുസരിച്ച് BOT അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികളെ റോഡിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ ജനങ്ങളിൽ നിന്നും ചുങ്കം പിരിച്ച് അവർ 10 ഇരട്ടി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയം നടപ്പിലാക്കിയ ഇത്തരം ചുങ്കപ്പാതകൾ ആ തീരുമാനം മാറ്റിൽ പറ്റി എന്തും ചെയ്യാമോ ആ കാലത്തെ കൂടെ സർവീസ് നടത്തിയിരുന്നവരെ ഈ സമരങ്ങളിൽ വന്ന് ഓരോ ബസ്സിലായാലും ചുങ്കപ്പാത ഉൾപ്പെടെയുള്ള ഈ തീരുമാനം അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ അതിന്റെ ഭരിക്കുന്ന യുഡിഎഫിനെ പൊതുമരാമത്ത് മന്ത്രി അവരുടെ രാജ്യത്തിലൂടെ കടന്നുപോകാൻ വേണ്ടി എല്ലാ ആളുകളും മാത്രമല്ല എല്ലാവർക്കും അവരുടെ ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. ചുങ്കമെടുത്താൽ മാത്രം പോരാ. നമ്മൾ ഡീസൽ അടിക്കുമ്പോൾ ഡീസലിന്റെ വില കൂടി, പെട്രോളിയം അടിക്കുമ്പോൾ പെട്രോളിയത്തിന് വില കൂടിയിരിക്കുന്നു. കൂടിയ വിലയ്ക്ക് പെട്രോളിയം ആകുമ്പോഴും ഡീസൽ ആകുമ്പോഴും റോഡിന് വേണ്ടി റോഡ് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിവെക്കുന്ന ജനങ്ങളുടെ കൈവശം നിന്ന് വാങ്ങിവെക്കുന്ന 100 കണക്കിന് കോടി രൂപ ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് BOT അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ചുങ്കപ്പാതകൾ നിർമ്മിച്ച് ആ പാത നിർമ്മിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നത്. ഇത് ഈ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലകളിലും ഈ രീതിയിലുള്ള നയപരിപാടി നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഈ ചുങ്കപ്പാൽ ആരംഭിക്കുന്നതിന് ശക്തമായി നിൽക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, AIDF ഉൾപ്പെടെയുള്ള സംഘടനകൾ. ആർക്കും തെറ്റിദ്ധാരണ വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AIDF-ഉം AISF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള ചുങ്കപ്പാതകൾക്കും ഈ നയങ്ങൾക്കും ഇവിടെ മുഴുവൻ ആളുകളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധാരണ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നിരന്തരമായി സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ ആരംഭഘട്ടം മുതൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ധാർമ്മികമായ പിന്തുണ നൽകുവാനായിട്ട് കൊല്ലത്തുനിന്ന് കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI. ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിലേതെങ്കിലും ഒരു പ്രത്യേകമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാത്രമല്ല ഈ നയത്തിനെതിരായ രാജ്യവ്യാപകമായി നടക്കുന്ന നയത്തിനെതിരായ സമരത്തിന് കൂടി ഭാഗമാണ് ഈ സമരം. അടുത്ത മാസം 12-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ രാജ്യത്തെ ജനതയുടെ അവകാശത്തെ അവകാശത്തെ ലംഘിച്ചുകൊണ്ട് പോസ്കോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് ഇവിടേക്ക് വരാൻ പോവുകയാണ് കേരളത്തിലേക്ക്. അവരും ഈ സമരത്തിൽ പങ്കാളികളാകാൻ പോകുന്നു. രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ചെറുതായ ഒട്ടേറെ സമരങ്ങൾ രാജ്യവ്യാപകമായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്തോ നോട്ടിഫിക്കേഷൻ അവിടെ സമരങ്ങളുടെ റേസർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നിരിക്കുന്നു. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാജ്യത്തെ റോഡുകൾ പൊതുവഴികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വൻ രാഷ്ട്രീയ നേതാക്കന്മാര്, അധികാരി വർഗം, വൻ കോർപ്പറേറ്റുകൾ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന ഒരു ഫോക്കസ് ഈ രാജ്യത്ത് BJP കൊണ്ടുവന്നുകൊണ്ട് വികസന വേളയിൽ നിങ്ങൾ കാശ് കൊടുക്കൂ എന്ന് പറയുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള ഒരു കോളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഉദാഹരണം നമ്മളെ റോഡുകളിൽ നിന്ന് തിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് തിരിക്കുന്ന ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എന്നിവ പെട്രോൾ ഡീസലിന്റെ ദർശനത്തിൽ തിരിക്കുന്നു. തരത്തിൽ മരണത്തിൽ പെട്രോളോട് അടിക്കുന്നു. കൊടുക്കുന്നുണ്ട്. ആ നിയമത്തെ മാത്രമേ വിവരാവകാശ നിയമങ്ങൾ